അപ്പോൾ ഇതാ നമ്മൾ ഈവനിങ് പോത്തിനെ വിട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടാവന്മാർ ഇതാ അവിടെ കുഴിയിൽ വീണ്ടും വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അവരതിൽ കിടക്കുന്നുണ്ട്. ഒരുത്തൻ എന്താ അവിടെ നിന്ന് മേയുന്നുണ്ട് കേട്ടോ. അവൻ ഇതാ വെള്ളത്തിൽ കിടക്കാൻ വേണ്ടി വരുന്നുണ്ട്. രണ്ടാവും വേണ്ട കിടക്കുന്നുണ്ട്. അവനും വന്ന് വെള്ളത്തിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് പോത്തിന് വിട്ടപ്പുള്ള അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഒരു പാല് കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോത്തിനെ മേയ്ക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ പോത്തപ്പാര് കണ്ട നമ്മുടെ പശുക്കളിനെ അഴിച്ചു വിട്ടിട്ടില്ല കേട്ടോ. പശുക്കൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അവൻ മൂവന്മാർ മൂന്നാളും കണ്ട വെയിലിൻ്റെ ഇതിൽ ഗ്ലെയർ അടിക്കുന്നുണ്ട് കേട്ടോ. ഇവരിതാ കലക്ക വെള്ളമാക്കി ഇന്ന് വന്നതാട്ടോ. ഇവിടെ വെള്ളം കനാലിൽ വെള്ളം വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം കയറിയതാണ് കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ പശുവിനെ അവിടെ കഴുകാൻ പോകുന്നത് നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് അവർ പശു ആകുമ്പോൾ ഇതിലിറങ്ങാനൊക്കെ പറ്റുള്ളൂ. വേണ്ട അവർക്ക് ഇറങ്ങാൻ പാകത്തിന് ഇവിടെ തന്നെ നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു കപ്പോ ബക്കറ്റോ ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കഴുകി കൊടുക്കാം കേട്ടോ. അപ്പോൾ പോത്തുകൾ മേഞ്ഞിട്ട് വെള്ളത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. അത് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ പോത്തപ്പന്മാർ വെള്ളത്തിൽ നീരാടുന്ന വീഡിയോ, അതുപോലെ തന്നെ വെള്ളത്തിൽ കിടന്നിട്ട് കണ്ട വൈക്കോലല്ല പുല്ലൊക്കെ തിന്നുന്ന വീഡിയോ കേട്ടോ. അപ്പവും മിക്കും ശിബിരയും കൊടുത്ത് വരും. പശുവിനെ അഴിച്ചുവിടാത്തത് കൊണ്ട് പോത്തിനെ അഴിച്ചുവിട്ടത് കൊണ്ടും പോത്തിനെ നോക്കാൻ ഇവിടെ ആൾ വേണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാർ ഇതിൽ കൂടെ കയറിയിട്ട് റോട്ടിൽ പോയിട്ട് പാടത്തിറങ്ങണം. അതുകൊണ്ടാണ് ഇവന്മാരിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവന്മാർ നമുക്ക് പണി തരും. വേണ്ട മൂന്നാളും കൂടെ കാണിക്കണണ്ട. അവന് വെള്ളത്തിൽ വന്നാൽ ആത്മാർത്ഥതയോടുകൂടെ മേയുന്നുണ്ട്. ഇവന്മാർ രണ്ടാളും കൂടെ കുത്തുകൊണ്ടുണ്ട്. ഇവിടെ വെള്ളമുള്ളത് പിന്നെ ഒരു നല്ലൊരു ഉപകാരമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോത്തുകൾക്ക് ചൂടൊക്കെ ഇല്ലേ, അപ്പോൾ ഇവിടെയൊക്കെ കിടന്ന് അവർക്കൊരു കുളിര് കിട്ടുമല്ലോ, തണുപ്പ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട്. എന്താ വെച്ചാൽ ഗുണ്ടന് ചളിയിൽ ഉഴയ്ക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചളിയിലൊക്കെ കിടന്ന് ഉഴക്കിട്ടതാ. അവനും കിടന്നു. മൂന്നാളും സിറ്റിംഗ് ആയി. മൂന്നാളും വെള്ളത്തിൽ കിടന്നിട്ട് നീരാടുന്നുണ്ട്. ഭയങ്കര വെയിൽ കേട്ടോ. അവർ കിടക്കട്ടെ. അപ്പം ഞാൻ കുറച്ച് അവിടെ എവിടെയെങ്കിലും വന്ന് ഇരിക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാല് സൊസൈറ്റിക്ക് ഒഴിക്കാൻ പോയിട്ട് വരുമ്പോൾ എന്ത് വേണം ചോദിച്ചു. അപ്പം ഞാൻ ലെയിം വേണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് വന്നിട്ട് ലെയിമൊക്കെ കുടിക്കാം. കാരണം ഭയങ്കര ചൂടല്ലേ. വീട്ടിൽ പോയിട്ട് വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ എടുക്കാൻ മുമ്പോഴേക്കും ഇവന്മാർ മുങ്ങും. പിന്നെ എനിക്ക് പണി കിട്ടും കേട്ടോ. നമ്മളുടെ പോത്ത് ജീവിതവും പശു ജീവിതമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. നമ്മളതിൻ്റെ ഇടയിൽ നല്ല നല്ല വ്ളോഗുകൾ, നമ്മൾ ട്രിപ്പ് പോകുന്ന വ്ളോഗുകൾ, ഔട്ടിങ് അങ്ങനെയൊക്കെ പോകുന്ന വ്ളോഗുകൾ നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളുടെ പശുവിൻ്റെയും പോത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഇടയിലുള്ള നമ്മുടെ എൻജോയ്മെൻറ്റ്സും നമ്മുടെ ഹാപ്പിനെസ്സും കൂടെ ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പോത്തപ്പന്മാരൊക്കെ കിടക്കണുണ്ട്. അപ്പോൾ അവന്മാർ കിടക്കട്ടെ അല്ലേ. ശിബിരി മിക്കവും കൂടെ പാലൊക്കെ കൊടുത്തിട്ട് വരുമ്പോൾ എനിക്ക് ലെയിമും വാങ്ങിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. പശുവിനെ അഴിച്ചു വിടുന്നില്ല വിചാരിച്ചിട്ട് ഇരുന്നാണ്. അപ്പോൾ പശുവിനെ അഴിച്ചു വിടാമെന്ന് വെച്ചിട്ട് പശുവിനെ അഴിക്കാൻ വേണ്ടി കേട്ടോ. ലെയിം കവറിലൊക്കെ അവർ കെട്ടിത്തരിക കേട്ടോ. നമ്മുടെ നല്ല ടേസ്റ്റി ലെമൺ അല്ലേ മിക്കു? മിക്കു ഇത് എന്താണ് ലെമൺ പറയും? ആർക്ക്? സ്വത്തിന് തെല്ല. അടുത്തത് ഫൈറ്റ് ഉണ്ടാക്കും. തെല്ല മിക്കുവിന് വേണോ? നമ്മുടെ പോത്തിന് കാണിച്ചു കൊടുക്കാന്നാ. അതാ വെള്ളത്തിൽ കിടക്കണ്ടെന്നാ പറയണത്. ഒരുത്തിന് എണിച്ചിട്ട് ഇതേ നടക്കേണ്ടത്. അവൻ്റെ തലയിലൊക്കെ മണ്ണാക്കിയിട്ടുണ്ട് കേട്ടോ. ബാ അപ്പോൾ അവന്മാർ രണ്ടാളും കിടക്കുന്നുണ്ട്. നമ്മുടെ പോത്തുകൾ ഫൈറ്റും കൂടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പശുവിനെയും മേയിച്ചിട്ട് അപ്പോൾ ഇവിടെയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും അത് വേറൊരു പശുവാണ് കേട്ടോ. അപ്പോൾ ഈ പശുവിനെ കണ്ട് പോടി വന്നാണ്. അത് നമ്മുടെ കുഞ്ഞു പശു എവിടെയോ പോയി മേയുന്നുണ്ട് കേട്ടോ. മിക്കൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമയമായിട്ട് നമ്മൾ ഇവരെ ആട്ടിക്കൊണ്ട് പോവുകയാണ്. എന്താ പോത്തപ്പന്മാർ അവിടെ ഇടിയും കൂടി നിൽക്കുന്നുണ്ട് രണ്ടാൾ. ഇവൻ പിന്നെ വന്നപ്പോൾ തൊട്ട് മേയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ഇവർക്ക് കെട്ടിയിട്ട് വൈക്കോലും വെള്ളമൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.